കിട്ടിയോ? കിട്ടി, നല്ലൊരു ഇര കിട്ടി. ഞാൻ ഒറ്റയ്ക്ക് പോന്ന് ഷൈൻ ചെയ്യട്ടെ. കാണാൻ പോകുന്ന പൂരം കണ്ടറിഞ്ഞാ മതിയല്ലോ അല്ലേ? ഇന്ന് അവന്റെ കട്ട പുക. ശബരിനാഥൻ ആലപ്പുഴയിൽ അനിൽ ആന്റണിക്ക് വേണ്ടി പോകുമോ ആന്റോ ആന്റണിക്ക് വേണ്ടി പോകുമോ? അതും ഇതും തമ്മിലുള്ള ബന്ധം ഒന്ന് പറഞ്ഞാട്ടെ. എനിക്കറിയണം. ശബരിനാഥന് പത്തനംതിട്ട അത്യാവശ്യം സൗകര്യങ്ങളും സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉള്ള ആളാണല്ലോ. ശബരിനാഥൻ അവിടെ ആർക്ക് വേണ്ടി പോകും? ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. ഇനി AK ആന്റണി ആർക്ക് വേണ്ടി പ്രചരണം നടത്തും? ആത്മസിദ്ധമായ സംശയങ്ങളൊന്നും നിനക്ക് ചോദിക്കാനില്ലേ? കോൺഗ്രസിൽ നിന്ന് എന്തിനീ വലിയ ആൾക്കാർ സംസാരിക്കാണ്ടില്ലേ? അതിന്റെ ഇടയിൽ പണ്ടെല്ലാം അങ്ങനെ റഹീം പറഞ്ഞു പോയിട്ട് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കണ്ടിട്ട് ആള് മോശക്കാരനൊന്നുമല്ല, ഇയാൾ തല്ലി വീഴ്ത്തുവോ? ഓ, ചിലപ്പോ നല്ലൊരു അടി കാണാം, അത്ര തന്നെ. ഈ പേരുകൾ വെച്ചിട്ട് ആളുകളുടെ പേരും മറ്റേതും ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഒഴിച്ചു, നീ ഒഴിച്ചിട്ട് വാ. അല്ലല്ല, അതിനെന്താ സംശയം? റഹീമിന് എന്താ സംശയം? റഹീമിന് എന്താ സംശയം? ഒന്ന് പറഞ്ഞേ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞാൻ റഹീം എന്ന പേരുകൊണ്ട് വേറെന്തെങ്കിലും ഞാൻ പറഞ്ഞോണ്ട് ഇല്ലല്ലോ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. ഇത് BJP ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള കള്ളക്കടി കാണിക്കുന്ന CPM ആണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ശബരിനാഥന്റെ പേരായതുകൊണ്ട് ഞാൻ അനിൽ ആന്റണിക്കോ ആന്റോ ആന്റണിക്കോ ചോദിക്കുന്നുണ്ടല്ലോ. എനിക്ക് ധാർമ്മികത എനിക്കുള്ളത്. താനൊരു MP അല്ലേ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എന്തും പറഞ്ഞുകൊണ്ടിരിക്കാനാണ് വിചാരിക്കുന്നത്. എന്നെ അപമാനിക്കരുത്. ഇത്തരത്തിലുള്ള ആളുകൾ ഒരു MP ആണെന്നുള്ള ബോധം വേണം. ജനങ്ങൾ ജയിപ്പിച്ചില്ലെങ്കിൽ രാജ്യസഭയുടെ ഒരു MP അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 ഒരു ഒഴിക്കും. മണ്ണെണ്ണ വേണ്ട മുതലാളി, പഞ്ചാര ആണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ് ഇന്ത്യയെ വിളിക്കുന്നത്. അപ്പർ ഹൗസിൽ തേച്ചത് പാണ്ടായല്ലോ. അപ്പർ ഹൗസിലെ MP ഇത്തരത്തിലുള്ള ഇവനെന്തിനാ കരയുന്നത്? എനിക്കറിഞ്ഞൂടാ. എന്തിനാണോ കരയുന്നത്? എന്തിനാണെന്ന് എനിക്ക് പറഞ്ഞൂടാ. വൈകാരികത ആവശ്യം എനിക്കുണ്ട്. ചോദിക്കേണ്ട ആവശ്യം എന്താ? വല്ലപ്പോഴും ഒരിക്കലേ വരുള്ളൂ. അത് ഞാൻ ഓണം വിഷു പോലെ ആഘോഷിക്കും. അത് ശരിയൊന്നുമല്ല. അത് ക്ലാരിഫൈ ചെയ്താൽ മതി. ഞാൻ വൈകാരികത കാണിക്കും. ഒരു കാര്യം, ഇവിടെ ആകെ സീന അമിട്ട് പൊട്ടിമാരിയ ഗ്ലാഡുവിന്റെ അവസ്ഥ. വരാനുള്ളതൊന്നും വഴി തങ്ങില്ല, കൂടെ വരും. അതെ, പോട്ടെ.